ഭാഗ്യവും നിർഭാഗ്യവുമുണ്ടോ? ഇത് പലരും പറയുന്നതാണ്. വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് പറയുന്നത്. ഓ, വലിയൊരു ഭാഗ്യം വന്നു അയാൾക്ക്, ചിലപ്പോൾ ജോലി കിട്ടിയതായിരിക്കാം, ലോട്ടറി അടിച്ചതായിരിക്കാം, ഇങ്ങനെ പലതും. ചിലവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ധനനഷ്ടം ഉണ്ടായി. ഓ, അയാളുടെ ഒരു നിർഭാഗ്യം. യഥാർത്ഥത്തിൽ ഇത് തലച്ചോറിൻ്റെ ഒരു ടെക്നിക്കാണ്, ഒരു സമാശ്വാസം കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. അതായത് 2 പേർക്ക് ജോലി കിട്ടി വിദേശത്ത്, കൂട്ടുകാരാണ്, ഒന്നിച്ച് അപേക്ഷിച്ചു, ജോലി കിട്ടി. ഒരാൾക്ക് വിമാനത്താവളത്തിലെത്തിയപ്പോൾ എന്തോ ആ പരിശോധനയിൽ ഏതാണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തോ നിരസിക്കപ്പെട്ടു, അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. മറ്റേയാൾ പോയി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഓ, പോയാൾ അയാളാണ് ഭാഗ്യവാൻ, അയാൾക്ക് ഉയർന്ന ശമ്പളമൊക്കെയാണ്, അവിടെ വളരെ സെലക്ട് ചെയ്ത് പോയതാണ്. ഇയാൾക്ക് പോകാൻ കഴിഞ്ഞില്ല, നിർഭാഗ്യവനാണ്. മറ്റേയാൾ പോയ വിമാനം അപകടത്തിൽപ്പെടുകയും അതിൽപ്പെട്ട എല്ലാവരും മരിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ ആളുകൾ തന്നെ പിന്നെ പറഞ്ഞു, ഈ പോവാത്ത ആൾക്കാണ് ഭാഗ്യം, മറ്റേയാൾ നിർഭാഗ്യവനായി. കാരണം അതുകൊണ്ടാണല്ലോ മരിച്ചു പോയത്. ഇതാണ് എല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ടെക്നിക്കാണ്. അപ്രതീക്ഷിതമായി നമുക്കുണ്ടാകുന്ന നേട്ടം നാം പറയും ഭാഗ്യം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി നാം വിചാരിക്കാതെ ഉണ്ടാകുന്ന നഷ്ടം നിർഭാഗ്യവുമാവും. അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിൽ.